ഗൈസ്, ഇതുവരെ ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മിന്നയുടെ വീട്ടിൽ നോമ്പ് സൽക്കാരമാണ്. മിന്ന എന്ന് പറഞ്ഞാൽ നാത്തൂൻ്റെ മോളാണ് കേട്ടോ. അപ്പം നമ്മൾ നോമ്പ് സൽക്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ വീട്ടിൽ രാത്രിയൊക്കെ ആയിട്ടുണ്ടാവും. സോ പുറത്ത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഇപ്പോഴേ പോകുന്നത് കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഇനിയൊരു അരമണിക്കൂർ 3/4 മണിക്കൂറുകളുണ്ട്. നമുക്ക് അവിടെ എത്തണം. അതിന് മുന്നേ അവർക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ലേറ്റാണ്. ബാക്കി എല്ലാവരും എന്നെയും കാത്ത് വണ്ടിയിൽ ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ ആരൊക്കെയുള്ളത് നോക്കാം. മുന്നത്തെ സീറ്റിൽ തന്നെ ഷാജുക്കുട്ടൻ കയറി ഇരിക്കുന്നുണ്ട്. ഇക്ക റെഡിയാണ്, ഏസുമോള് റെഡിയാണ്, അതുപോലെ ഉമ്മയുണ്ട്, ദേ ബാക്കിലുണ്ട് കേട്ടോ. ഉമ്മക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് നിർബന്ധിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. നമുക്ക് പോയിട്ട് മുന്നേനെ എടുക്കാനുണ്ട്. താത്തക്ക് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താത്ത വരുന്നില്ല. സോ താത്ത മീൻസ് നാത്തൂനാണ് കേട്ടോ. അപ്പം അങ്ങനെ മുന്നേ വന്നിട്ടുണ്ട്. നാണമാണ്, ഭയങ്കര നാണമാണ് കേട്ടോ. ഇപ്പോൾ യാത്ര തുടങ്ങി. സാധാരണ പെട്രോളൊക്കെ അടിക്കാനുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നേരില്ലാതെ പോകുമ്പോൾ പെട്രോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. സോ ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ടൈം ലേറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ ഇവിടെ നോമ്പ് സൽക്കാരുണ്ടായ സമയത്ത്, കഴിഞ്ഞ റമദാനിലാണോ അതിൻ്റെ മുന്നത്താണോ എനിക്ക് ഓർമ്മയില്ല, ഞങ്ങൾ ഒത്തിരി ലേറ്റായാണ് അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരാത്തതുകൊണ്ട് അവർക്കും അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ. കാരണം നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്തെങ്കിലും എത്തണമല്ലോ. അവർ നമുക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് എന്തോ ഇതുപോലെ ലേറ്റ് ആവാൻ എന്തൊക്കെയോ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴും ഞങ്ങളിങ്ങനെ ഓർത്തു കേട്ടോ. ഈ സമയത്ത് ഞങ്ങളിങ്ങനെ ഓർത്തു. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ അടുക്കുന്ന് എൻ്റെ മടിയിൽ നിന്ന് ഷാസുക്കുട്ടൻ മുന്നേൻ്റെ സൈഡിലോട്ട് വെല്ല പോയിട്ടോ. കിട്ടിയ ചാൻസിൽ ഏസുമോള് എൻ്റെ മടിയിൽ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കുടുംബക്കാരൊക്കെ ഇടയിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയൊക്കെ വരുമ്പോൾ, പക്ഷേ സത്യത്തിൽ എനിക്ക് ഈ നോമ്പ് തുറ പരിപാടിനോട് വലിയൊരു താല്പര്യമില്ല. കാരണം നോമ്പ് പറന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ അന്നത്തെ ദിവസത്തെ തറാവീനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോമ്പ് സൽക്കാരമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ മുകളിൽ നിന്ന് കേട്ടോ. ജസ്റ്റ് ആദ്യത്തെ ഒരു കോഴ്സ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല ബിരിയാണിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഷാസുമോനൊന്ന് സീനായി, അവനൊക്കെ ഒന്ന് അമർത്തി. അങ്ങനെ രസമായിരുന്നു. ഈ കാണിക്കുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ഇത് മിന്നൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാനും മൈനിപാടെ പോയി എടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. ആ സമയത്ത് തിരക്ക് പിടിച്ച് ഞങ്ങളത് സെലക്ട് ചെയ്തതൊക്കെ ഇങ്ങനെ ഓർത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ എടണപ്പാറയിലുള്ള 2 പാലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി കണ്ടു. ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ നമ്മൾക്ക് എല്ലാപ്പോഴേക്കും ഇങ്ങനത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം റിലാക്സായി പാലത്തിലൂടെയൊക്കെ നടന്നു. നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മലപ്പുറത്തേരൊക്കെ ഇതുപോലെ നൈറ്റ് സമയത്തൊക്കെ എടണപ്പാറ സൈഡിലുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചില്ലായി നടക്കുന്ന സ്ഥലമാണ്. വീട്ടിലാണെങ്കിൽ ഈ സമയത്ത് ഓത്തും നിസ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങളിങ്ങനെ സൈഡിലൂടെ നടന്നപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളെ പിന്നാലെ തന്നെ പതുക്കെ കാർ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന സമയത്താണ് മലപ്പുറത്തേർക്ക് ഈ നോമ്പാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഫുട്ബോൾ വിട്ടിട്ടൊരു പരിപാടിയില്ലല്ലേ. ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഞാനൊരു വിഷ്വൽ കണ്ടു കേട്ടോ. ആ ടർഫിൽ ഒരുപാട് ചെക്കന്മാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്ന് പോയി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുത്തു. നമ്മളെ സംബന്ധിച്ച് നമ്മളെ നാട്ടിലുള്ള ഗേൾസിന് നെയ്മറും അതുപോലെ മെസ്സിയും റൊണാൾഡോ അത്രയൊക്കെ അറിയുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ചെക്കന്മാരൊക്കെ ഭയങ്കരമായിട്ട് ഈ ഫുട്ബോൾ അഡിക്റ്റഡാണ്. എന്തിന് നല്ല പ്രായമുള്ള ഉപ്പമാർ വരെ ഭയങ്കരമായിട്ട് ഫുട്ബോൾ അഡിക്റ്റാണ് കേട്ടോ. ഈ പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ എന്തൊക്കെയോ മോട്ടിവേഷനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര നെഗറ്റീവ് അടിച്ചിങ്ങനെ ഭയങ്കര സങ്കടം വിഷമവും അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസിൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഇന്നൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ എൻ്റെ മൈൻഡൊന്ന് ഫ്രീ ആയി. അപ്പോൾ ഞാൻ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മോട്ടിവേഷനൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എത്ര പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി ടൈം നമ്മളെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉപ്പിലിട്ട മാങ്ങൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ലേറ്റായി വന്നപ്പോൾ അവരൊക്കെ കാറിൽ കയറി
അങ്ങനെ അവിടെ നിന്ന് കയറിയിട്ട് അടുത്തൊരു പാലത്ത് പോയി ഞങ്ങളിങ്ങനെ നിന്നു കേട്ടോ. അതിൻ്റെ അടുക്കാണ് ഈ 2 പയ്യന്മാരെ കണ്ടതും പരിചയപ്പെട്ടു കേട്ടോ. സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടി. അതുപോലെ സംസാരിച്ചു, അവിടുന്ന് തിരിച്ചു വന്നു. പിന്നെ താത്താനെ കാണാൻ പോയി. താത്താന്ന് വെച്ചാൽ നമ്മളെ മുന്നേ വീട്ടിലാക്കിയപ്പോൾ മുന്നേൻ്റെ അമ്മേനെ കേട്ടോ ഉദ്ദേശിച്ചേ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയി കുറേ നേരം സംസാരിച്ചിരുന്നു. ഇന്ന് എന്താ പറയുക, കുടുംബ ബന്ധങ്ങളൊക്കെ പുലർത്തുക, അങ്ങനെ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോയ ഒരു അങ്ങനെ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് നമുക്ക് അവസാനിക്കാം. ടാറ്റാ ബൈ ബൈ, സി യു.